ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നിൻ്റെ വചന വിചിന്തനം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 43-48 തിരുവചനങ്ങൾ. ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശത്രുത. എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കും. ഈശോ പറയുകയാണ്, അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നമുക്ക് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കുന്നു 7-ാം അധ്യായത്തിൽ, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ എല്ലാ സങ്കീർണ പ്രശ്നങ്ങളും അവൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന്. അപ്പോൾ ദൈവം ആരെയും ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല. നമുക്ക് പരസ്പരം സ്നേഹിക്കാമെന്നേ. ഈ സ്നേഹത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ തിന്മ കുടിയേറി പാർക്കുമ്പോഴാണ്. അതുകൊണ്ട് തിന്മയുടെ ആധിപത്യത്തിന് വഴിപ്പെട്ടു പോകാതെ ദൈവിക നന്മ ദർശിച്ചുകൊണ്ട്, തിരഞ്ഞുകൊണ്ട് നമുക്കത് പ്രകടിപ്പിക്കുന്നവരാകാം. അവിടുന്ന് പറയുന്നില്ലേ, ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ അവിടുന്ന് ഒരുപോലെ മഴ വർഷിക്കുകയാണ്. തിന്മ ചെയ്യുന്നവർ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, നന്മ ചെയ്യുന്നവരെ തൻ്റെ കൂടെ നിർത്താനുമല്ല, എല്ലാവരെയും ഒരേപോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. നമുക്കറിയാം, അന്ത്യവിധി ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം വിധി പ്രസ്താവിക്കും. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി മറ്റൊന്നാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദുഷ്ടത അകറ്റിമാറ്റി, തിന്മയെ അകറ്റിമാറ്റിക്കൊണ്ട് നന്മയെ പുൽകുന്നവരും നന്മയുടെ പൂരിതരുമായി മാറാൻ നമുക്കെപ്പോഴും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ആമേൻ.